പ്രശ്നേഷ് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോ കേസൊക്കെ എടുത്തിരിക്കുകയാണ്. പ്രശ്നേഷ് എന്ന് പറയുന്ന യൂട്യൂബർ, ബ്ലോഗർ, അയാൾ രോഹിത് എന്നാണ് യഥാർത്ഥ പേര്. സത്യത്തിൽ ഇന്നലെ പ്രേംലാൽ ചേട്ടൻ പറയുന്നത് വരെ ഈ വ്യക്തിയെ കുറിച്ച് എനിക്ക് ഒരു പിടിപാടുമില്ലായിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ യൂട്യൂബിൽ ഈ ആരാണ് ഈ പ്രശ്നേഷ്, എന്താണ് ഇയാളെന്നൊക്കെ അറിഞ്ഞു. അപ്പൊ ഇയാളുടെ അമ്മയും സഹോദരിയൊക്കെ പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ ഒരു സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ തോന്നുന്നില്ല. എന്താണ് സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല. അതൊരു കാര്യം. രണ്ട്, കേരളത്തിലെ ചില വ്ളോഗർമാർ നിരീക്ഷണത്തിൽ കൂടെയാണ്. അതായത് പെട്ടെന്ന് പണം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഈ ജ്യോതി മൽഹോത്രയുടെ ഈ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചിലരെയൊക്കെ സൈന്യത്തിന്റെ കീഴിലുള്ള ഇന്റലിജൻസ് നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരങ്ങളും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുക? ആദ്യം പ്രശ്നേഷിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതെ, അതായത് ഈ രോഹിത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 26 വയസ്സോ മറ്റോ ഉള്ളൂ. ഇയാള് ആലപ്പുഴ സ്വദേശിയാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഇയാള് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡിങ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു തൊഴിൽ സംരംഭമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഇപ്പോൾ ഈ നാട്ടിൻപുറത്ത് അത്തരം പണികൾക്കൊന്നും ആളെ കിട്ടില്ലല്ലോ. ഈ പറമ്പ് വൃത്തിയാക്കല്, മറ്റുള്ള അതേപോലുള്ള പരിപാടികൾക്ക് നമ്മൾ ഏറിയ പങ്ക് അത്തരം ജോലികൾക്ക് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ ആശ്രയിക്കും. അപ്പോൾ ഈ ചങ്ങാതി കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങും. പറമ്പ് വൃത്തിയാക്കുക, ഈ വാട്ടർ ടാങ്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുക, ഇതിൻ്റെ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങളും ഒക്കെ പറയുക. ആദ്യമൊക്കെ നല്ല രസകരമായിരുന്നു. കാര്യം ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നു, കുറച്ച് കുട്ടികൾ, ഒരു 18 19 വയസ്സുള്ള ചെറുപ്പക്കാർ അതിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നു. കൊള്ളാം. അതായത് ഇത്തരം ജോലികൾ ചെയ്യാൻ പൊതുവെ യുവാക്കൾ സന്നദ്ധരാകാത്തൊരു സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന രസമുണ്ട്. ഇയാളുടെ സഹോദരിയും ആദ്യകാലത്ത് ഈ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ട് പറയാൻ തുടങ്ങി. പിന്നീട് ഇദ്ദേഹം വിവാഹം കഴിച്ചു. പിന്നീട് ഈ ഭാര്യയാണ് ഇത്തരം വീഡിയോകളിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ തൊഴിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലീനിങ് സർവീസ് എന്ന് പറയുന്ന മാറ്റിയിട്ട് ഈ ചങ്ങാതി ഒരു വൃത്തിരാക്ഷസം പരിവേഷം അങ്ങ് കിട്ടി. അതായത് എവിടെ ചെന്നാലും വൃത്തിയെക്കുറിച്ച് സംസാരിക്കുക, സാനിറ്റൈസ് ചെയ്യുക പ്രധാനമായും. അതായത് ഈ കോവിഡിന് ശേഷം സാനിറ്റൈസിന്റെ കാര്യത്തെ അത് പറഞ്ഞ് ഹിറ്റാക്കിയ ഒരാൾ ഇയാളാണ്. അതായത് കഴിക്കുന്ന പാത്രത്തിൽ പോലും സാനിറ്റൈസർ പുരട്ടി ആഹാരം കഴിക്കണം എന്ന തരത്തിൽ, കഴിക്കുന്ന ഭക്ഷണം പോലും സാനിറ്റൈസ് ചെയ്ത് കഴിച്ചാൽ അത്രയും നല്ലത്. അതൊക്കെയാണ് ഈ പുള്ളിയുടെ വാദം. അപ്പോൾ ഇതൊരു തരം മാനസിക രോഗമാണ്. പക്ഷെ ഇയാളത് ബോധപൂർവം ചെയ്യുന്നു. കാര്യം ഇത് ഇങ്ങനെ ചെയ്ത 1-2 വീഡിയോ വല്ലാണ്ട് വൈറലായി. അപ്പോൾ പിന്നെ അതങ്ങ് സ്ഥിരമാക്കി. ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു പബ്ലിസിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ അതായത് മുൻപ് ഒരു തൊഴിലെടുത്ത് ആ തൊഴിലിന്റെ മഹത്വവും അതിന്റെ പശ്ചാത്തലമൊക്കെ വീഡിയോ ആക്കിയിരുന്ന ചങ്ങാതി പിന്നീട് മുഴുവൻ ഈ വൃത്തി വിളംബരം മാത്രമായി. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടന്റ് എന്തും ചെയ്താലും ഇവിടെ വിറ്റഴിയാനുള്ള സാധ്യത ഇന്ന് സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അതെന്തും ചെയ്തോട്ടെ. പക്ഷേ ഇയാളുടെ വീട്ടിലെ കാര്യം ഇതല്ല. ഇയാൾ മൊത്തം നാടും നഗരവും ഒക്കെ വൃത്തിയും അതുമായിട്ട് നടക്കുമ്പോൾ ഇയാളുടെ വീട്ടിലെ സാഹചര്യം ഇതല്ല എന്നുള്ളത് ഇയാളുടെ സഹോദരി അമ്മയും വെളിപ്പെടുത്തുന്നു. അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ വീട്ടിൽ സഹോദരിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നു. അതായത് ഇയാളുടെ അച്ഛൻ വാങ്ങി നൽകിയ സ്വർണം കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. ഈ സ്വന്തം അമ്മയെയും സഹോദരിയെയും കുറിച്ച് വളരെ മ്ലേച്ഛമായ രീതിയിൽ അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നു. ഏതായാലും അമ്മയ്ക്കും സഹോദരിക്കും ഇവനെ കൊണ്ട് സഹികെട്ടു. അവർ പോലീസിൽ പരാതി കൊടുത്തു. കറക്റ്റ് പേരാണ് പ്രശ്നേഷ്. അതെ, ഇവനെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ നാട്ടുകാരിട്ട് കൊടുത്ത പേരാണ് പ്രശ്നേഷ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ഇവനെ കൊണ്ട് എന്ന് അമ്മയും സഹോദരിയും പരാതി കൊടുത്തു. ഏതായാലും പ്രശ്നേഷ് ഇപ്പം വലിയൊരു പ്രശ്നത്തിൽ പെട്ടേക്കാണ്. ഏതായാലും അതിന്റെ നടപടിയായിട്ട് പോകും. നമുക്ക് ആ വിഷയം വിടാം. അത് ഒരു 26-കാരന്റെ ആ ഒരു പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നം. അതൊന്നുമല്ല, ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുറെ അധികം പേരുണ്ട്. അതായത് ഈ സമീപകാലത്ത് പൊട്ടിമുളച്ച ഒരുപാട് ഇതേപോലെ യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇതുപോലൊരു പ്രശ്നം, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ബ്ലോഗർമാരുടെ, യൂട്യൂബേഴ്സിന്റെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ ഭർത്താവിന്റെ അച്ഛൻ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, അമ്മ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു.
അതിനുശേഷം ആ വീഡിയോ മില്യൺ, പിന്നെ അതിന്റെ ക്ലാരിഫിക്കേഷൻ അടുത്ത 2 വീഡിയോ, അതും മില്യൺസ്. അടുത്ത ഇവിടെ ചേട്ടനും അനിയനും തമ്മിൽ തുടങ്ങിയ ഒരു ചാനലാണ്. എന്നിട്ട് ചേട്ടനാണ് ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. അടുത്ത അനിയൻ ഇതിന്റെ ക്ലാരിഫൈ ചെയ്ത് അനിയൻ അവിടെ ഇരുന്നൊരു വീഡിയോ, അതും മില്യൺസ് കയറുന്നു. കാണുന്ന പ്രേക്ഷകർ അതായത് ഇത് മലയാളിയുടെ പൊതുസമൂഹത്തിന്റെ കുഴപ്പമാണ്. അതെ, നമ്മുടെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ വീട്ടിലല്ല മറ്റുള്ളവന്റെ വീട്ടിലെ കാര്യങ്ങൾ എത്തി നോക്കാനായിട്ട് ഒരു പ്രവണത ഉണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ആദ്യം ചോദിക്കണം അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ. അപ്പൊ ഇത് വിറ്റ് കാശാക്കുന്നതാണ്. അതായത് സ്വന്തം വീടും പരിസരവും ഒക്കെ നാറിയാലും സാരമില്ല, അതും വിറ്റ് കാശാക്കണം. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല ഗുരുതരമായ പ്രശ്നം. ഇതൊന്നും അല്ല. ഇതേപോലെ ഈ സൈബർ ഇടത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയിട്ട് ആ പേരും പ്രശസ്തിയും മറ്റ് ചൂഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട്. ഒന്നിലധികം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തന്നെ കുറഞ്ഞ ഒരു 10ഓളം പോക്സോ കേസുകൾ ഇതേപോലുള്ള യൂട്യൂബർമാർക്കെതിരെ, ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെതിരെ വന്നിട്ടുണ്ട്. ഞാൻ 1-2 പേരുകൾ പറയാം. അത് ഒന്നുമല്ല, മുകേഷ് എം നായർ, തിരുവനന്തപുരം സ്വദേശിയായ ഒരു മുൻകാല മാധ്യമ പ്രവർത്തകൻ. ഇദ്ദേഹം ഈ മദ്യപാനം വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇയാള് ഒരു 15-കാരിയായ പെൺകുട്ടിയെ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ അർദ്ധനഗ്നയാക്കി വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു എന്നൊക്കെയാണ് കേസ്. അതേപോലെ കഴിഞ്ഞ ദിവസം കേസ് ഇപ്പോ പിന്നെ കെട്ടിച്ചമച്ച കേസാണെന്നൊക്കെ പറഞ്ഞ് കോടതി ജാമ്യമൊക്കെ കൊടുത്തു. കേസ് ഏതായാലും ഉണ്ട്. VJ മച്ചാൻ എന്ന് പറയുന്ന ഒരു കക്ഷി, അയാൾ ഇതേപോലെ ഒരു 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ശ്രീകാന്ത് വെട്ടിയാർ, അയാൾ ഇതേപോലെ രസകരമായ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കുന്നയാളാണ്. പക്ഷെ അയാൾ ഇതേപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു കേസ്. ഇങ്ങനെ ഞാൻ ചില ഉദാഹരണങ്ങൾ, അയാൾക്ക് ഇതേപോലെ എന്താ ഗുണ്ടാ സെറ്റപ്പ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഇതേപോലെ അതായത് ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള സെൻസറിങ്ങോ അങ്ങനെ ഒന്നും ബാധകമല്ല. കണ്ണി കാണുന്നതെന്ന് എടുത്ത് വീഡിയോ ചിത്രീകരിക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക, സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക, കാണുന്നവർക്കൊക്കെ ചുമ്മാ കണ്ടു തള്ളുക. പക്ഷെ ഇവർക്കൊക്കെ ഇതിലൂടെ വലിയ രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മുടെ ജ്യോതി മൽഹോത്രയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളിത് പറയുന്നത്. അവർ ചിലപ്പോൾ അവരുടെ വാദങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ ചിലപ്പോൾ അവർ പോലും അറിയാതെ ആയിരിക്കും അവരെ ഈ ചാരവൃത്തിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം അവർ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ഓരോ വീഡിയോ ചിത്രീകരിക്കുന്നു. ആ പ്രദേശങ്ങളെല്ലാം തന്ത്രപരമായ സ്ഥലങ്ങളാണെന്നുള്ള ബോധ്യം ചിലപ്പോൾ ഒരു പക്ഷേ അവർക്കുണ്ടായില്ല എന്നിരിക്കാം. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവർ കൃത്രിമമായി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ അവർ ക്ലാസ് കൊടുത്തുവിടും, നാളെ ഈ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന വീഡിയോ ചിത്രീകരിക്കും. അങ്ങനെ ഇവർ അതിന്റെ പ്രത്യാഘാതം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ. ഇതിപ്പോ ഇന്നലെ വന്ന ഒരു ഗുരുതര കണ്ടെത്തൽ എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് നമ്മൾ തിരിച്ചടി നൽകുമ്പോൾ ഇവിടെ ബ്ലാക്ക് ഔട്ട് പല പിന്നെ സംസ്ഥാനങ്ങളിലും ബ്ലാക്ക് ഔട്ട് പറഞ്ഞിട്ട് അതിർത്തി മേഖലകളിൽ അതൊക്കെ ഇവർ വിളിച്ച് വാട്സപ്പ് ചാറ്റ് വഴിയൊക്കെ ഈ പാകിസ്ഥാന് നൽകുന്നുണ്ടായിരുന്നു എന്ന ഈ TV-യിലൊക്കെ വരുന്ന കൃത്യമായ വിവരങ്ങൾ ഇവർ നൽകുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ ആരോപണം. ഇവർക്ക് അത് ഇവർ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥനുമായിട്ടുണ്ടായ വഴിവിട്ട സൗഹൃദം അല്ലെങ്കിൽ പ്രണയം, അല്ലെ, വഴിവിട്ട ബന്ധം. അതെ, അതിലൂടെ അവർ അതിന് വശംവദരായി. കാരണം അയാളുമായിട്ട് മാത്രമല്ല, ASIയിലെ 3 ഭീകരരുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അവരുമായി ബാലിയിലൊക്കെ പോയി ആഘോഷിച്ച് തിരിച്ചു വന്ന ഒരു സ്ത്രീയായി ഇവര്. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ പേരുകള് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി രഹസ്യ പേരുകളിലൊക്കെ സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേരളത്തിലെയും ചില പെട്ടെന്ന് മുളച്ചു പൊങ്ങി പെട്ടെന്ന് പണക്കാരായ പെട്ടെന്ന് വരുമാനം വന്ന യൂട്യൂബർമാരുടെയൊക്കെ കാര്യങ്ങൾ ഈ സൈന്യത്തിലെ ചില ഇന്റലിജൻസ് വിഭാഗങ്ങൾ അന്വേഷിക്കുന്നു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വിവരം വരുന്നു. അതിൽ കുറെ പേരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പൊ പുറത്തുവിടാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും അന്വേഷിക്കട്ടെ, കേരളത്തിലുള്ളവരെയും അന്വേഷിക്കണം. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയും ചിലരുണ്ട്. ചിലർ പെട്ടെന്ന് പണക്കാരായവരുണ്ട്. ഇവരുടെയൊക്കെ സോഴ്സ്, പണത്തിന്റെ സോഴ്സ് എന്താണ്, ഏത് തരത്തിലുള്ള പ്രൊമോഷനാണ് ഇവർ നടത്തിയത്, ഇവർ നടത്തുന്ന പ്രൊമോഷനുകൾ എന്താണ്, അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഭയമാണ്. കേരളത്തിൽ നിന്ന് അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നുകയാണ്.